ആധുനിക സംഗീതത്തിൻ്റെ ഭാവി ക്രിയാത്മകതയുടെ ഒരു വലിയ എടുത്തുചാട്ടത്തിലാണ്, ഒരു വലിയ സാഹസികതയിലാണ്. അപ്പോൾ നമ്മൾ ആധുനിക സംഗീതവുമായി ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് മോഡേൺ ടെക്നോളജികളെല്ലാം തന്നെ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്, സഹായമായി വന്നിട്ടുണ്ട്. നല്ലത് തന്നെയാണ്. വളരെ എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഡീകോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മൾക്കിന്ന് സുലഭമായിട്ടും ലഭ്യമാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, നമ്മളുടെ ശബ്ദം ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് ആ കിട്ടുന്ന ആനന്ദം നമുക്ക് എന്തുമാത്രം ശാരീരിക ആനന്ദത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സാഹസികത നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ, ക്രിയാത്മകതയുടെ വളരെയേറെ സാഹസികത നിറഞ്ഞ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്താണ്, എങ്ങനെയാണ്? പഴയ ഗാനങ്ങളെ നമ്മൾ ഒരുപാട് ഒരു 100 വർഷത്തോളം, ഒരു 50 വർഷത്തോളത്തെ കാലഘട്ടം പഴക്കമുള്ള ഗാനങ്ങളിലെ ആ മധുരതയാർന്ന ഭാവ അർത്ഥ മാന തലങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിച്ച് വകകൊള്ളിക്കാൻ പാകത്തിലുള്ള മാനറിസങ്ങൾ അതിൻ്റെ അകത്തെല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ മാനറിസങ്ങളാണ് ഇന്നത്തെ ടെക്നോളജിയിൽ അവരെല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ, ഒരു ടെക്നോളജിയിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യം എല്ലാം ഒരേപോലെ ഇരിക്കും. പക്ഷെ പണ്ട് നമ്മൾ ഈ മാനുവലി കൈകൊണ്ടുണ്ടാക്കിയ സാധനത്തിന് അതിൻ്റേതായ കൈപുണ്യമുണ്ട്. അപ്പോൾ ഈ കൈവഴക്കം, മെയ് വഴക്കം, നാവഴക്കം, ഉൾവഴക്കം, ശരീരവഴക്കം, ഇത്രയും വഴക്കങ്ങൾ ഉള്ള ഗാനങ്ങൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. നമുക്ക് എങ്ങനെ അതിനെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോയി കണ്ട് മാന്തിയെടുക്കാം. ഇതാണ് നമുക്ക് ഈ ഒരു സംഗീതത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ക്രിയാത്മകതയുടെ സാഹസികരായിരിക്കണം നമ്മൾ ഓരോ പാട്ടുകാരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പാടുന്ന ഗായക സംഘത്തെ നമ്മൾ ഒരുക്കുന്ന ഒരു കല, വലിയ ഒരു പണ്ട് കാലത്ത് ശാസ്ത്രീയ സംഗീതവും വെസ്റ്റേൺ മ്യൂസിക്കും തമ്മിലുള്ളൊരു അമാനുഷികമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ കർണാടക സംഗീതത്തിൻ്റെ നൊട്ടേഷൻസ് ക്രിയേറ്റീവ് ചെയ്യുന്ന കാലഘട്ടത്തിൽ അവരെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു, ഇത് ചിട്ടപ്പെടുത്തണം. അപ്പോൾ ഇതിൻ്റെ ഗതി, ഇതിൻ്റെ ഭാവം എല്ലാം എങ്ങനെ നൊട്ടേഷൻ ചെയ്യും, എങ്ങനെ ഇതിനെ നൊട്ടേഷനിലേക്ക് അഡോപ്റ്റ് ചെയ്യും. ഇപ്പോൾ കർണാടക സംഗീതത്തിലെ ധാരാളം കൃതികൾ, ധാരാളം പ്രഗത്ഭരുണ്ടാക്കി വെച്ചിരിക്കുന്ന കൃതികൾ എങ്ങനെ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ നൊട്ടേഷൻസിലേക്ക് നൊട്ടേഷൻ ചെയ്യും, എങ്ങനെ ഇതിനെ ഫലപ്രദമായിട്ട് റിസൾട്ടീവ് ആക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള അന്നത്തെ കാലഘട്ടത്തിലെ സംഗീതജ്ഞരായിട്ടുള്ള കർണാട്ടിക് മ്യൂസിഷ്യൻസ് മുഴുവനും വെസ്റ്റേൺ നൊട്ടേഷൻ പഠിക്കാൻ ആരംഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിലൂടെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ടെക്നോളജീസ് മുഴുവനും കർണാട്ടിക് മ്യൂസിഷ്യൻസ് അറിയുകയാണ് ഉണ്ടായത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ സാധ്യതയാണ് അവിടെ ഉള്ളത്. പക്ഷേ കർണാട്ടിക് മ്യൂസിക്കിൻ്റേതായിട്ടുള്ള അനവധി കാര്യങ്ങളൊന്നും തന്നെ ഈ നൊട്ടേഷനിൽ ഇല്ല. ഉണ്ടെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഈ പ്രഗത്ഭരായവരെത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്ന് നോക്കുക, നമ്മൾക്കിവിടെ പാട്ടുകൾ ഇപ്പോൾ റെഡി ടു ഇൻ യൂസ്, നമ്മൾക്ക് റെഡിയാണ്. ഇതെല്ലാം നൊട്ടേഷനും ഉണ്ട്, പാട്ടുകളും ഉണ്ട്, താളങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ റെഡിയാണ്. നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധ, അതിലുപരി നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിന് വേണ്ടുന്ന ശ്രദ്ധ, ബ്രെയിൻ സിസ്റ്റത്തിന് വേണ്ട താളബോധം, ബ്രെയിൻ സിസ്റ്റത്തിന് വേണ്ട ഊർജം, വീര്യം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് അതേപടി പോലെ തന്നെ, പ്ലേബാക്ക് സിംഗേഴ്സ് എന്താണോ പാടി വച്ചിരിക്കുന്നത് അതേപടി പോലെ തന്നെ നമുക്ക് പാടാൻ പറ്റും. കാരണം തൊണ്ടയിലേക്ക് അതെത്തിക്കാൻ ഗതിയെ നമ്മൾ കുറയ്ക്കുക. ഇപ്പോൾ ഹിന്ദിയിലുള്ളൊരു പാട്ടാണ് നിസഗമപ നിസഗരി ഗരി നീതമാഗ, കേട്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ പാട്ട്.
തു ചീസ് ബഡി ഹേ മസ്ത് മസ്ത്, ആ പാട്ടാണ്. അതിലെ ആദ്യത്തെ പോർഷൻസ് നമ്മൾ ആ സ്വരങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിസഗമ പനിസഗരി കരിനീതമാക എന്ന് പാടുന്നതിന് പകരം നിസ അങ്ങനെ തട്ടിവിട്ടു. ആ തട്ടിവിടലെ സ്ലോ ആക്കുക, പതുക്കെ ആക്കുക, എന്നിട്ടത് മനപ്പാടാക്കുക. നിസഗമ 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 പനി സഗരി. പഠിച്ചില്ലേ? സിമ്പിൾ. ഈ താളത്തിൻ്റെ ഈ ഗതിയാണ്. ഗതി സ്ലോ ആയപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റി. ഇത്രയേ ഉള്ളൂ. എന്താണ് പഠിച്ച എന്ത് സാധനവും നമുക്ക് പഠിച്ചെടുക്കാം, എന്ത് ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കും നമുക്ക് പഠിച്ചെടുക്കാം, എന്ത് സുഷിരവാദങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യം നമുക്ക് വേണ്ട ബോധതലം എന്താ വേണ്ടേ? പഠിക്കാനുള്ള ഇരുത്തം. അതിനാണ് ആദ്യമേ നമ്മൾ പറഞ്ഞ ടെക്നോളജീസ് എല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അതിനെ മനോഹരമാക്കി എടുക്കാൻ വേണ്ട കോംപ്രമൈസ് ചെയ്യാത്ത, ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല, കഷ്ടപ്പെട്ട് പഠിച്ചാൽ നമ്മൾ ഇട്ടേച്ച് പോകും. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ഇന്നത്തെ കാലത്ത് നമുക്ക് എവിടെയാണ് സമയം? ഇന്നത്തെ കാലത്ത് അനവധി, ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ എന്തോരം സമയം നമ്മുടെ മോഷ്ടിക്കുന്നത്. അനവധി കാര്യങ്ങളാണ്. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് മുഴുവനും ഇന്ന് ഇവിടെ കിട്ടാനുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടിരുന്ന് ചെയ്താൽ അത് എല്ലാം നമ്മുടെ കുരലിലേക്ക് വരും. ശബ്ദങ്ങൾ തന്നെ ദാസേട്ടൻ്റെ വോയിസ് ആക്കണോ? നമുക്കാക്കാം. നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ ശബ്ദം നമുക്കാക്കണോ? നമുക്കാക്കാം. എന്താ അതിനുള്ള കാരണങ്ങൾ പറയുന്നത്? അതിന് വേണ്ടുന്ന തെറാപ്പി നമ്മൾ ആരംഭിക്കണം. അതിന് വേണ്ടുന്ന സമയവും നമ്മൾ കൊടുക്കണം. അതിന് വേണ്ട പരിശ്രമവും നമ്മൾ തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്താൽ നമുക്കെന്താണോ ആവശ്യം അത് ലഭ്യമാകും. അതിനാണ് നമ്മൾ ഓരോ തവണ, ഇതിപ്പോൾ ഒരു ഗാനം തന്നെ കൃത്യമായ രീതിയിൽ ഞാൻ പറയുന്നത്, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെ അടുത്തും ഞാൻ പറയുന്നത്, നിങ്ങൾ 50 തവണയോ 100 തവണയോ പ്രാക്ടീസ് ചെയ്തിട്ട് റിയാലിറ്റി ഷോ സ്റ്റേജിലേക്ക് പോയാൽ നിങ്ങൾക്കൊന്നും പാടാൻ പറ്റില്ല. നിങ്ങൾ ആ പാട്ടെടുത്ത് അതിൽ കയറി നിന്ന് നിങ്ങൾ ഉരുകി 1,00,000 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ആ പാട്ട്. നിങ്ങൾ 1,00,000 തവണ പ്രാക്ടീസ് ചെയ്തോ കൃത്യമായിട്ട് നിനക്ക് ആ പാട്ട് വേദിയിൽ പാടാൻ പറ്റും. അതിനെന്താ വേണ്ടേ? ഗതി വ്യത്യാസപ്പെടുത്തണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗതി വ്യത്യാസം. അപ്പോൾ വെറുതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മളിതിൻ്റെ കാര്യം, പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഇപ്പോഴേ അറിയണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു ഡേ തന്നെ മാക്സിമൈസറിലിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്കത് ലഭ്യമാകുക. നമുക്ക് ഏത് ടോണും ഏത് രീതിയിലും നമുക്ക് കൊണ്ടുവന്നെത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.